ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നിങ്ങളെ ഒരു സ്കോളർഷിപ്പാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏതൊക്കെ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാവുന്നത്, എത്രയാണ് ഇതിൻ്റെ പെർ ഇയർ ഇതിൻ്റെ വരുമാനം എത്രയാണ്, എത്ര വരുമാന പരിധിയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാം എന്നീ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനേക്ക് ലഭിക്കുന്നതായിരിക്കും. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി എഫേഴ്സിന്റെ കീഴിലുള്ള സ്കോളർഷിപ്പാണ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്. അതായത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്കോളർഷിപ്പാണ്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാവുന്നത്. അതായത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിംസ്, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, ജൈൻ ആൻഡ് പാസീസ് ആണ്. ഇത്തരം കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ മുസ്ലിംസ്, ക്രിസ്ത്യൻസ് കുട്ടികൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ 30% പെൺകുട്ടികൾക്കാണ് മുൻതൂക്കം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവരുടെ അഭാവത്തിൽ ആ 30% ആൺകുട്ടികളിലേക്കും എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് 2 പേർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതിൽ ഗേൾസിനാണ് കൂടുതലായിട്ട് പ്രിഫറൻസ് കിട്ടുക. അതായത് ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രത്യേകത ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ UG PG കോഴ്സ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള BTech, അതുപോലെ തന്നെ MTech വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക്, അതായത് MBBS, BDS, BAMS, BUMS, BHMS, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, BSc നഴ്സിംഗ്, MLT, BOT കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെറ്റിനറി കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് സിസ്റ്റം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, PGDM പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. MCA എടുക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാം. എല്ലാത്തിൻ്റെയും അവരുടെയൊക്കെ എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവർക്കിപ്പം മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ എലിജിബിലിറ്റി അവരുടെ +2-ന് 50% മാർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്. ഇതൊരു മെറിറ്റ് കം സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികളെ ആയിരിക്കും നമുക്ക് അപേക്ഷിക്കാം. ഏറ്റവും ആ മെറിറ്റും കൂടി ഇവിടെ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ PG ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രിയുടെ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. ഇതാണ് ആ കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി. അതുപോലെ തന്നെ വാർഷിക കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അതും പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതാണ് മിനിമം ക്രൈറ്റീരിയ. ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകതകളുണ്ട്. ഈ സ്കോളർഷിപ്പ് നമുക്കറിയാം, ഏതൊരു സ്കോളർഷിപ്പും ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പേ വാങ്ങിക്കാൻ പാടുള്ളൂ. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അപ്പൊ 2-ലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല, അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്കോളർഷിപ്പ് വാങ്ങിക്കുന്ന സമയത്ത് മറ്റേതൊരു സ്കോളർഷിപ്പും വാങ്ങുന്നവർ ആകരുത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അപേക്ഷിക്കുക. നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്കോളർഷിപ്പുകളും നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. ഏതാണോ ബെറ്റർ, ഏതാണോ ഏറ്റവും നല്ല എമൗണ്ട് ഉള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മാർക്കുകളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓരോ വർഷവും 50%-ത്തിൽ കുറയാൻ പാടില്ല. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് അവിടെ ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സ് ബ്രേക്കിംഗ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പൈസ മുഴുവൻ നിങ്ങൾ വാങ്ങിയ സ്കോളർഷിപ്പ് തുക മുഴുവനായിട്ടും തിരിച്ചടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ, BTechനൊക്കെ പഠിക്കുന്നവർ കോഴ്സ് ബ്രേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതും അവർക്കൊരു പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എവിടെയാണ് ബ്രേക്ക് ചെയ്ത് എത്ര തുക കൈപ്പറ്റി അത് തിരിച്ചടയ്ക്കേണ്ടതാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കോളേജുകളിൽ എന്തെങ്കിലും
മിസ്ബിഹേവിയർ ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടെങ്കിൽ, അതായത് റാഗിംഗ് കേസുകൾ, അതുപോലെ തന്നെ കോളേജിലെ ലൈക്കുകൾ, പ്രോപ്പർട്ടി നശിപ്പിക്കൽ, ഇങ്ങനെ വല്ല കേസുകളിലൊക്കെ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ സ്കോളർഷിപ്പ് പ്രിൻസിപ്പൽമാർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സ്കോളർഷിപ്പുകൾ കട്ടായി പോകുന്നതായിരിക്കും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എന്തെന്ന് വെച്ചാൽ ആകർഷകമായ എമൗണ്ടാണ് സ്കോളർഷിപ്പിനുള്ളത്. 20,000 രൂപയാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത്. 20,000 രൂപയാണ്. കൂടാതെ നിങ്ങൾ ഹോസ്റ്റലിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീ ആയിട്ട് ഒരു വർഷത്തേക്ക് മെയിൻ്റനൻസ് അലവൻസ് എന്ന പേരിൽ 1000 രൂപയാണ് പെർ മന്ത് കിട്ടുക ഹോസ്റ്റലേഴ്സിന്. അപ്പം ഒരു വർഷം അത് 12,000 രൂപയോളം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡേ സ്കോളേഴ്സ് ആണെങ്കിൽ 500 രൂപയാണ് കിട്ടുന്നത്. അതായത് 5000 രൂപയോളം പെർ ഇയർ കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് ഒരു ഏകദേശം കുട്ടിക്ക്, ഹോസ്റ്റൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ 30,000 രൂപയുടെ അടുത്ത് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും പെർ ഇയർ. അതുകൊണ്ട് തന്നെ ഒരു ആകർഷകമായ സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ആശ്വാസകരമാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇതിൻ്റെ സൈറ്റിൽ പോയി scholarship.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതായത് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ UG PG കോഴ്സുകൾക്ക് പഠിക്കുന്ന എല്ലാ മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് ന്യൂനപക്ഷ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരുപാട് പേരുടെ സംശയമാണ് മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികളായിട്ടുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക്, അതായത് അവർ മെഡിക്കൽ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, ഇനി പാരാമെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, ഫാർമസി ഫീൽഡ് ആയിക്കോട്ടെ, വെറ്റിനറി ഫീൽഡ് ആയിക്കോട്ടെ, എല്ലാ ഫീൽഡിലുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഈ സൈറ്റിൽ ലഭ്യമാണ്. പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്, മെറിറ്റ് കം സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പ്രിയ വിദ്യാർത്ഥികൾ. നവംബർ 30 നിന്നും ഡിസംബർ 30 വരെയാക്കിയിട്ടുണ്ട് ഡേറ്റുകൾ. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻസുകളെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കോളേജുകളിൽ. അവർ അത് വെരിഫൈ ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നടത്തേണ്ടതാണ്. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടും അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.